ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ എവിടുന്നറിയില്ല ഒരു പ്രത്യേകതരം ജീവികൾ കടലിലേക്ക് വന്ന് വീഴുകയാണ്. കടലിൽ നിന്നും ആ ഒരു ജീവികൾ പതിയെ ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഓരോ കപ്പലുകളിലെ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് ഇവറ്റകൾ കയറി പറ്റുകയാണ്. ഈ ജീവികളാണ് പാരസൈറ്റ്സ്. പാരസൈറ്റ് എന്നാൽ ഒറ്റയ്ക്ക് അതിന് ജീവിക്കാൻ കഴിയില്ല, അതിന് മറ്റൊരു ശരീരം ആവശ്യമാണ്. അങ്ങനെ ഈ പാരസൈറ്റുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ശരീരം തേടി നടക്കുകയാണ്. അതിൽ തന്നെ ഒരു പാരസൈറ്റ് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് ഇവർ കിടന്നുറങ്ങുന്ന ആ ഒരു ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഉറങ്ങുന്ന ആ ഒരു മനുഷ്യന്റെ ചെവിയുടെ ഉള്ളിലേക്ക് ആ ഒരു ചെറിയ ജീവി കയറി പോകുന്നുണ്ട്. ഉറക്കത്തിലായിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്തോ ഒന്ന് കയറിപ്പോയെന്ന് അയാൾക്ക് മനസ്സിലായി. പേടിച്ചുകൊണ്ട് ഉറക്കനെ കരയാൻ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അയാൾ ഒറ്റ സ്റ്റോപ്പ് ആവലാണ്. അതായത് അയാളുടെ തലയുടെ ഉള്ളിലേക്ക് കയറിയ ആ ഒരു പാരസൈറ്റ് ഇനി അയാളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് ഈ ജീവികളുടെ പ്രത്യേകത. ഇനി ആ ശരീരം ആ മനുഷ്യന്റേതല്ല, ഇപ്പൊ കയറിപ്പോയ ആ പാരസൈറ്റിന്റേതാണ്. ഈ മനുഷ്യൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഈ പാരസൈറ്റ് തീരുമാനിക്കും. അയാളുടെ ഉള്ളിലുള്ളത് മുഴുവൻ തിന്ന് തീർത്തുകൊണ്ട് അയാളുടെ ശരീരത്തിന്റെ ഉള്ളിലായിരിക്കും ഇനി ഈ പാരസൈറ്റ് വളരാൻ പോകുന്നത്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനെയാണ്. അവന്റെ പേരാണ് സിനിച്ചി അങ്ങനെ ഓരോ പാട്ടും കേട്ട് അവന്റെ കട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേ സമയത്താണ് ഇതുപോലൊരു പാരസൈറ്റ് അവന്റെ ചെവിയിലേക്ക് കയറാൻ വരുന്നത്. പക്ഷേ ഒരു പാട്ട് കേൾക്കാനായിട്ട് അവൻ ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ചെവിയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് നേരെ അവന്റെ മുഖത്തിലൂടെ വന്ന് മൂക്കിലൂടെ കയറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഇത് കണ്ട് പേടിച്ചു പോയി സിനിച്ച് അതിനെ പിടിച്ച് വലിച്ച് ഇതെന്ത് വൃത്തിയായിട്ട് സാധനം എന്നിട്ട് നിലത്തേക്ക് ഇടുകയാണ്. എന്നാൽ ഉടനെ തന്നെ ആ ഒരു ജീവി അവന്റെ കൈകളിലേക്ക് പറ്റി പിടിക്കുന്നുണ്ട്. കൈകളുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവനാകെ പേടിച്ചു പോയിട്ടോ. ഇപ്പൊ ഉറക്കനെ വിളിച്ചു പോവുകയാണ്. കൈൻ്റെ ഉള്ളിൽ കിടന്ന് എന്തൊക്കെയോ ഇഴയുന്നത് പോലെ അവൻ ഇറക്കി പിടിക്കാൻ നോക്കി. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ കിടന്ന് അതങ്ങനെ ഞൊളഞ്ഞു കളിക്കുകയാണ്. ഇവന്റെ ഈ ശബ്ദം എല്ലാം കേട്ട് അമ്മ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. എന്താ മോനെ, എന്താ പറ്റിയ വെച്ചിട്ട്. ഇതേ സമയത്ത് തന്നെ സിനിച്ച് പറയണം, എന്താണെന്നറിയില്ല അമ്മയെ, പാമ്പിനെ പോലെ എന്തോ ഒരു സാധനം എന്റെ കൈൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ കയറിപ്പോയി. എവിടെ മോനെ നോക്കട്ടെ. അമ്മ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് മുറിവൊന്നും കാണാനില്ല. എന്റെ മോനെ, നീ ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ കണ്ടു കിടന്നു, നിനക്ക് തോന്നുന്നേ ഒരു കുഴപ്പമില്ല, പോയി കിടന്നോന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. സിനിച്ചിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് അവന്റെ അമ്മ പറയണം, മോനെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയിക്കുമെന്ന്. ഇതേ സമയത്ത് തന്നെ സിനിച്ച് അമ്മയോട് പറയണം, അമ്മ എന്തെന്നറിയില്ല, എൻ്റെ ഈ വലത്തെ കൈന് എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ, മോനെ നീ ഇന്നലെ കണ്ട ആ ഒരു കാര്യം ഇപ്പോഴും വിട്ടില്ലല്ലേ, അതൊക്കെ തോന്നലാണ്, നീ ആദ്യം ഭക്ഷണം കഴിക്കി നേരെ സ്കൂളിലേക്ക് പോകും. എന്നാലും സിനിച്ചിക്ക് എന്തോ പോലെ കേട്ടോ. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇന്നലെ ഒരു ഹസ്ബൻഡിന്റെ ചെവിയിലേക്ക് ഒരു പാരസൈറ്റ് കയറിപ്പോയില്ലേ, അയാൾ കാണിക്കുകയാണ്. അയാൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അയാളുടെ കൃഷ്ണമണി ഉണ്ടല്ലോ, ഒന്ന് ഇടത്തേക്കാണെങ്കിലും ഒന്ന് വലത്തേക്ക്, അതിങ്ങനെ പ്രത്യേക രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കൃഷ്ണമണി ഒരു ഭാഗത്തേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ മനുഷ്യനല്ല, അയാളുടെ ഉള്ളിൽ മറ്റെന്തോ ആണ്. ഈ സമയത്താണ് അയാളുടെ വൈഫ് നിങ്ങൾക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, ഒന്ന് വന്ന് കഴിച്ചെന്ന് പറയും. ഒരു പ്രത്യേക ഭാവത്തിൽ ആ മനുഷ്യൻ അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭാര്യയെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയാണ്. ഇയാൾ എന്തിപ്പോ ഇങ്ങനെ നോക്കുന്നത്. പെട്ടെന്നാണ് ഈ മനുഷ്യന്റെ ആ ഒരു തലയെല്ലാം മാറുന്നത്. അതിങ്ങനെ പൊളന്ന് വരികയാണ്. പിന്നീട് പൊളന്ന് വന്ന ആ ഒരു വായുണ്ടല്ലോ, അയാളുടെ വൈഫിനെ തന്നെ മുഴുവനായിട്ട് തലയറുത്ത് തിന്ന് കളയുകയാണ്. അതായത് ഇതിപ്പോ ആ ഒരു മനുഷ്യനല്ല, പാരസൈറ്റ് ആണ്. മനുഷ്യരുടെ മാത്രം ഇറച്ചി തിന്ന പാരസൈറ്റ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സിനിച്ച് നേരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അവനങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നിൽ ആരോ വന്ന് തട്ടി അവനെ പേടിപ്പിക്കുകയാണ്. അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. എന്താടി നീ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഓപ്ഷത്തിൽ അവനങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ സിനിച്ചയുടെ വലത്തെ കൈ അവനറിയാതെ അവളുടെ കവിളിൽ തലോടുകയാണ്. അവനറിയുന്നില്ലത്. പിന്നീട് അവളുടെ കവിളിലൊന്ന് പിടിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്താണ് ഈ ചെയ്യുന്നത്, എനിക്ക് വേദനയാവുന്നുണ്ട്, ഒന്ന് കൈയെടുത്ത്. പെട്ടെന്ന് തന്നെ സിനിച്ച് കൈ വലിക്കുകയാണ്. അതായത് അവൻ അറിയുന്നില്ല ഇതെന്താ തന്റെ കൈക്ക് സംഭവിക്കുന്നത്. പിന്നെ ക്ലാസ്സിലേക്ക് എത്തി. ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഇറേസർ നിലത്തേക്ക് വീണുപോയി. അത് എടുക്കാൻ നോക്കുമ്പോൾ മറ്റൊരു സ്റ്റൂളിന്റെ അടിയിലായിരുന്നു. കൈ എത്തുന്നില്ല. പെട്ടെന്ന് റബ്ബർ പോലെ ഈ കൈ അങ്ങ് വലിയാണ്. എന്നിട്ട് ആ റബ്ബറിന്റെ കഷ്ണം എടുത്ത് തിരിച്ച് ആ പഴയതുപോലെ തന്നെ ആവണ കൈ. ഇവനാകെ ഞെട്ടിപ്പോയി. എനിക്കെന്താ പോലെ സൂപ്പർ പവറും കിട്ടിയോ. സിനിച്ചിക്ക് ഒന്നും തിരിയുന്നില്ല. പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞു നേരെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ ഒരു കോർട്ടിലേക്ക് ചെല്ലുകയാണ്. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ബാസ്കറ്റ് ബോളിന്റെ ആ ഒരു കൊട്ടയുണ്ടല്ലോ, അതും സിനിച്ചിയും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ ഒരുപാട് ദൂരത്ത് നിന്ന് ഇവൻ ബോൾ കയ്യിൽ പിടിച്ചുള്ളൂ. പക്ഷെ അതിന് മുന്നേ ബോൾ എറിഞ്ഞു കളയാണ്. അതായത് അവനെല്ലാം ചെയ്യുന്നത് കറക്റ്റായിട്ട് അതിൽ തന്നെ പോയി വീഴാണ്. അവന്റെ കൂട്ടുകാരൊക്കെ ആകെ അമ്പരന്നിങ്ങനെ നിൽക്കുകയാണ്. ഇത്ര ദൂരത്ത് നിന്ന് ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ നീ എറിഞ്ഞ്. നമ്മുടെ സിനിച്ചിക്ക് അറിയാം അവൻ എറിഞ്ഞിട്ട് പോലും ഇല്ല, അവനെ കൊണ്ട് ഈ കൈ ചെയ്യിപ്പിച്ചതാണെന്ന്. എന്നാൽ നല്ലൊരു അടിപൊളി ക്രെഡിറ്റ് അല്ലേ. അവൻ വേണ്ടാന്ന് വെച്ചില്ല എന്ന് മൂളിയിട്ട് അവനങ്ങനെ നിൽക്കുകയാണ്. അന്നേ ദിവസം രാത്രി വീട്ടിലെത്തിയ സമയത്ത് അവൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാണ്. കൈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ എത്ര സെർച്ച് ചെയ്തിട്ടും അങ്ങനെ ഒരു കണ്ടന്റ് അവന് കിട്ടുന്നേ ഇല്ല. ഇതുപോലൊരു ഫിസിക്കൽ കണ്ടീഷൻ ഇന്ന് വരെ ലോകത്ത് ഉണ്ടായിട്ടില്ല. ഇവനിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവന്റെ കൈയുടെ ആ ഒരു കൈപ്പത്തി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു കണ്ണിങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് ഈ സിനിച്ചിയെ. എന്നാൽ സിനിച്ചി അത് കാണുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ എന്തായാലും ഒന്ന് നോക്കിക്കളയെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കത്തി എടുത്തിട്ട് കൈ പതിയെ ഒന്ന് കോറാൻ വേണ്ടി നിൽക്കുകയാണ് സിനിച്ചി. ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു കൈ ഉണ്ടല്ലോ
ഉണ്ടല്ലോ ഒരു മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് നിങ്ങളുടെ കൈ ഒരു മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് നിങ്ങളെ തന്നെ പേടിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും? ആകെ നിക്കറിൽ മുള്ളിൽ പോയ നമ്മുടെ സിനിച്ച് ഇപ്പോൾ സ്വന്തം കൈയിലേക്ക് തന്നെ നോക്കുകയാണ്. ഇപ്പോൾ ആ കൈയുടെ നടുവിലായിട്ട് ഒരു വായ വന്നിട്ടുണ്ട്. ഒരു വിരല് എന്താ പറയുക ഒരു ജീവിയുടെ കൈ പോലെ, രണ്ട് കൈ പോലെ, ഒന്ന് കാല് പോലെ, ഒന്ന് എന്താ പറയുക ഒരു കണ്ണ് പോലെ. ഇതിങ്ങനെ ഇവനോട് സംസാരിക്കുകയാണ്. എന്റെ ദൈവമേ, ഞാൻ വല്ലാത്തൊരു തോൽവിയായി പോയല്ലോ എന്റെ കൂട്ടത്തിൽ. അതായത് എല്ലാവരും ബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ നിന്റെ കൈൻ്റെ ഉള്ളിലേക്കാണല്ലോടാ കയറിയത്. എന്നാൽ ഒന്നും തിരിയാതെ സിനിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സാധനം അത് സിനിച്ചയോട് പറയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, അപ്പോൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്കൊക്കെ നീ എന്നെ കൊണ്ടുപോകണം. ആ എങ്ങോട്ട് കൊണ്ടുപോകാൻ വായം വളർന്നങ്ങനെ ഇരിക്കുകയാണ് സിനിച്ച്, ഒന്നും തിരിയാണ്ട്. ഇതേ സമയത്ത് തന്നെ നേരത്തെ ഒരു ഹസ്ബൻഡ് വൈഫിനെ കാണിച്ചില്ലേ, അതിൽ ഹസ്ബൻഡ് തല തിരിഞ്ഞില്ലേ, പാരസൈറ്റായി മാറിയില്ലേ. അയാളിപ്പോൾ ടി വിയിലേക്ക് നോക്കിയിട്ട് ആ ന്യൂസിൽ എന്താണോ പറയുന്നത് അത് വ്യക്തമായി നിരീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അയാൾ മറ്റൊരു കൂട്ടരെ കൂടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അതായത് അയാളുടെ മക്കളെ തന്നെ വന്ന ഉടനെ പിടിച്ചു തിന്നാനായിട്ട്. എന്നൊരു കാര്യം ഓർക്കണം, ഇതിപ്പോൾ ഒരു പാരസൈറ്റ് ആണ്, മനുഷ്യനല്ല. അടുത്ത സീനിൽ സിനിച്ചയെ കാണിക്കാൻ കേട്ടോ. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ബുക്കുകൾ ഈ ഒരു പാരസൈറ്റിന് വായിക്കാനായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് സിനിച്ച് ചോദിക്കുന്നത്, നീ ഹോസ്പിറ്റലിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് അറിയാം. ഇപ്പോൾ ആ ഒരു സാധനം അതിനെ മിഗി നാട്ടോ വിളിക്കുകയാണ്. അപ്പൊ മിഗി പറയാണ്, ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർ ചികിത്സിച്ച് തരും. അങ്ങനെയാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. എന്നാൽ മിഗി, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ്, എന്റെ ഈ കൈ കട്ട് ചെയ്ത് കളയാൻ പോകണം. അങ്ങനെയാകുമ്പോൾ നിന്റെ കഥ തീരുമല്ലോ. ഇതേ സമയത്ത് തന്നെ മിഗി പറയാണ്, അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നീ പിന്നെ ഒറ്റ കൈനായി നടക്കേണ്ടി വരും. കാരണം നിന്റെ ഒരു കൈ മുഴുവൻ തിന്ന് തീർത്തിട്ടാണ് ഞാൻ ഈ കോലത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ സിനിച്ചിക്ക് ഒരു രക്ഷയില്ല. അതായത് ഇവനെ കൂടെ കൂട്ടിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ കൈനായിട്ട് നടക്കേണ്ടി വരും. ഇതേ സമയത്ത് തന്നെ മിഗി പറയാണ്, എനിക്കും ഒരുപാട് കാര്യങ്ങൾ വായിച്ചു പഠിക്കണം, എന്നെ ഒരു ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. സിനിച്ച് പിന്നീട് ഈ സാധനത്തിനും പൊക്കി എടുത്തുകൊണ്ട് ലൈബ്രറിയിലേക്ക് പോവാണ്. മാത്രമല്ല ഒരുപാട് ബുക്കുകളുടെ ഇടയിൽ ഇവന്റെ ഈ വിരലിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണം. ആ വിരലിന്റെ തറ്റും ഒരു കണ്ണ് പോലെയായി മാറിയിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഈ മിഗി പറയാണ്, ഇനി ഒരുപാട് കരാട്ടെ, ആയോധന വിദ്യകൾ ഇതെല്ലാം കാണിക്കുന്ന ആ സ്ഥലത്തേക്ക് പോയിക്കേ, എനിക്ക് ആ കാര്യങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ ഈ മിഗി പറഞ്ഞതുപോലെയുള്ള ആ സ്ഥലത്തേക്ക് മുഴുവനും സിനിച്ച് ഇവനെ കൊണ്ടേ കാണിക്കാൻ കേട്ടോ. ഈ ഒരു കണ്ണ് ഇവന്റെ വിരലിലൂടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ അവൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവന്റെ കൈ കൊണ്ട് തന്നെ അവനൊരു ലേഡിയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് വന്ന 2-3 ലേഡീസ് ചോദിക്കുകയാണ്, അല്ല നീ ആരുതാ ഈ ഫോട്ടോ വരച്ചിരിക്കുന്നത്, നിന്റെ ഗേൾ ഫ്രണ്ടിന്റേതാണോ? ഇത് കേട്ടപ്പോൾ സിനിച്ചിക്ക് ദേഷ്യം വരികയാണ്. ബ്രഷ് എടുത്ത് ആ ഒരു ചിത്രം വായിച്ച് വീണ്ടും വരക്കാൻ ആരംഭിക്കുകയാണ്. പിന്നീട് രാത്രി വീട്ടിലെത്തി ഒരു ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മിഗി പതിയെ പുറത്തേക്ക് വന്നിട്ട് പറയാണ്, സിനിച്ചി നീ ആള് നല്ല കുട്ടപ്പനായിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് നടക്കുന്നുണ്ട്, പക്ഷെ നീ ജഡ്ഡി ഇടാറില്ലല്ലേ? ഡാ പാരസൈറ്റ്, നീ അതിര് വിടുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും നോക്കാൻ നിൽക്കണ്ട, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നേ ഉള്ളൂ. അവനെ പിടിച്ച് ആ വെള്ളത്തിലേക്ക് ഒരൊറ്റ അമൃത്തിൽ കൊടുക്കുകയാണ് കേട്ടോ, അടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ സംഭവം ഇവിടെ കോമഡി ആണെങ്കിലും മറ്റു ചിലയിടത്ത് എന്നല്ല ബാക്കിയുള്ള പാരസൈറ്റ് എല്ലാം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ടീംസായി മാറിയിരിക്കുകയാണ്. അതായത് ഈ പാരസൈറ്റ് ആരുടെയൊക്കെ ചെവിയിലേക്ക് കയറിയിട്ടുണ്ടോ അവർ വല്ലാതെ വയലന്റ് ആയിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് പാരസൈറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു ഗ്രോസറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ക്യാഷ്യറാണ്, അയാളുടെ തല തന്നെ അവിടേക്ക് വന്ന ഒരാൾ അല്ലെങ്കിൽ പാരസൈറ്റ് മുഴുവനായിട്ട് കപ്പിയെടുത്ത് തിന്നുകയാണ്. ഇതുപോലെ തന്നെ ഒരു ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടാക്സിയിൽ ഉണ്ടായിരുന്ന പാസഞ്ചർ അതും ഒരു പാരസൈറ്റായി മാറിയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ആ ലേഡിയും പിന്നീട് ആ ഒരു ഡ്രൈവറിനെ കടിച്ചു മുറിച്ച് തിന്നുകയാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ നഗരത്തിൽ ആകെ വാർത്തയായിട്ടുണ്ട്. ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ഒരുപാട് പേരെ കാണാതാവുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുന്നു, ആരാണ് ഇത് ചെയ്യുന്നത്? പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, യാതൊരു തുമ്പും കിട്ടുന്നില്ല. പത്രങ്ങളിലൊക്കെ സ്ഥിരം ഇതാണ് ഇപ്പോൾ വാർത്ത. എന്നാൽ ഇതൊന്നും വലിയ കാര്യമാക്കാത്ത സിനിച്ചയുണ്ടല്ലോ, പത്രങ്ങളൊന്നും അധികം വായിക്കാറില്ല. അവനിപ്പോൾ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ്. ഇതേ സമയം തന്നെ അവന്റെ ഒരു വിരൽ ഒരു കണ്ണായി മാറിയിട്ടുണ്ട്, അതായത് മിഗിയായി മാറിയിട്ട് അവനോട് അങ്ങനെ സംസാരിക്കണം. പെട്ടെന്ന് അവന്റെ കൈ നീണ്ടുപോയിട്ട് ആ ഒരു ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് ആ സ്റ്റോപ്പിൽ തന്നെ അവൻ ഇറങ്ങുകയാണ്. ഇപ്പൊ സിനിച്ച് ചോദിക്കുകയാണ്, അല്ല മിഗി നീ എന്തായി ചെയ്യുന്നത്, എന്തിനാണ് ഇവിടെ ഇറക്കിയത്? ഇതേ സമയം തന്നെ മിഗി പറയാണ്, എനിക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ട്, എന്നെ പോലെ തന്നെയുള്ള ഒരു പാരസൈറ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. ഇതേ സമയത്ത് തന്നെ സിനിച്ച് പറയാണ്, എന്തായാലും ശരി എനിക്കിപ്പോൾ വീട്ടിൽ പോകണം, അമ്മ അന്വേഷിക്കും. അതൊന്നും പറ്റില്ല, ആ ഒരു പാരസൈറ്റിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ സിനിച്ച് പോകാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ഈ മിഗി തന്നെ ആ കൈ നീട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ കൊടുക്കുകയാണ്. എന്നിട്ട് സ്പൈഡർമാൻ ആടുന്നത് പോലെ മറ്റൊരു ഭാഗത്തേക്ക് കാട്ടിക്കൊണ്ടുപോവാണ്. ഇത് അവിടെ കണ്ടിരുന്ന കുട്ടികളൊക്കെ ആകെ അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിനിച്ചേന്ന് പറയുന്ന, കുട്ടികളെ ആരും പേടിക്കേണ്ട, ഇതൊരു മാജിക്കാണ്. എന്നിട്ട് ഈ മിഗി ഉണ്ടല്ലോ സിനിച്ചയും കൂട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മിഗി പറയാണ്, ഇതിന്റെ ഉള്ളിലാണ് ആ ഒരു പാരസൈറ്റ് ഉള്ളത്. അല്ല എന്നാ പിന്നെ സ്ഥലം മനസ്സിലായില്ല, നമുക്ക് തിരിച്ചു പോയിക്കൂടെ, വെറുതെ ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് പണി മേടിക്കണം, എന്തായാലും ഉള്ളിൽ പോകണം. അങ്ങനെ ഈ മിഗി നിർബന്ധിച്ചതുകൊണ്ട് സിനിച്ചയും കൂടെ പോവാണ്. എന്നാൽ ഫ്രണ്ട് ഡോർ ലോക്കാണ്. ബാക്ക് ഡോർ കൂടെ ഇവർ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഫിനെ പൂർണ്ണമായിട്ടും ഒരു പാരസൈറ്റ് കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷെഫ് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാരസൈറ്റ് ആയിട്ട് മാറിയ ഈ ഷെഫ് ഉണ്ടല്ലോ, അയാൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അതായത് സിനിച്ചയും ഇതുപോലെ ഒരു പാരസൈറ്റ് ആണെന്ന്. അപ്പോൾ നിനക്ക് നല്ല വിശപ്പില്ലേ, ഇതാ ഈ ഒരു കഷ്ണം ഇറച്ചി കഴിച്ചെന്ന് പറഞ്ഞിട്ട് അയാളിപ്പോൾ കൊന്നിട്ട് ആ ഒരു മനുഷ്യന്റെ ഇറച്ചി ഇവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പൊ ഈ മിഗി ചോദിക്കണം, അല്ല ഇത് ഞാൻ കഴിക്കണോ? എന്നാൽ മിഗിയുടെ ആ ഒരു സംസാരം കേട്ട ഉടനെ തന്നെ ആ ഒരു ഷെഫ് പാരസൈറ്റിന് മനസ്സിലായി, ഇത് നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ആളല്ല, നീ എല്ലാവരെയും പോലെ അല്ലല്ലോ, നീ അപ്പോൾ അവന്റെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, അതുകൊണ്ട് ശരിയാവില്ല, നീ ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. പിന്നീട് പാരസൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെഫ് അതിന്റെ രൂപം എല്ലാം മാറ്റിയിട്ട് സിനിച്ചയും ഈ മിഗിയും കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ മിഗി ഉടനെ തന്നെ അവന്റെ ആ ഒരു കൈയുടെ
മികിയുടെ രൂപങ്ങൾ മാറ്റുകയാണ് ആയുധം പോലെ. ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ആ കാര്യങ്ങൾ അവൻ നോക്കി പഠിച്ചിരുന്നത്. പിന്നീട് ഒരു പ്രത്യേക രൂപത്തിൽ ഇവരെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഒരു പാരസൈറ്റിന്റെ കഴുത്ത് തന്നെ അറുത്ത് കളയാണ് മികിയുടെ ഈ ഒരു കൈ. ആളുകൾ കൂടുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാന്ന് സിനിച്ചി പറയാണ്. അതുപോലെ തന്നെ മികിയോട് നന്ദി പറയാണ് കേട്ടോ, അതായത് അവന്റെ ജീവൻ രക്ഷിച്ചില്ല. ഇപ്പൊ മികി പറയാണ്, ഞാൻ ഇവിടെ നിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു, ഇനി എങ്ങാനും ആ ഒരു പാരസൈറ്റ് നിന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? എന്റെ കഥയും അതോടെ തീരില്ലേ? ഞാൻ എന്നെ തന്നെയാണോ രക്ഷിച്ചത്? പിന്നീട് സിനിച്ചി നേരെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അമ്മയും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് സിനിച്ചിയുടെ കൈകളിലേക്ക് അവന്റെ അമ്മ പിടിക്കാൻ കേട്ടോ. എന്നാൽ അമ്മയുടെ കൈയുടെ ഒരു ഭാഗം വല്ലാതെ രീതിയിൽ പൊള്ളി നിൽക്കുകയാണ്. ഇത് കണ്ട സമയത്ത് സിനിച്ചി അമ്മയുടെ കൈയെല്ലാം മാറ്റിയിട്ട്, ഞാൻ ഇപ്പൊ കുട്ടിയൊന്നുമല്ല, എന്റെ കയ്യിൽ പിടിക്കുന്നു വേണ്ട. അങ്ങനെ ആ അമ്മയ്ക്ക് വല്ലാതെ ഹേർട്ടാവുന്ന രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. പക്ഷെ അമ്മയല്ലേ, മക്കൾ എത്ര വേദനിപ്പിച്ചാലും ഒരുപാട് അമ്മമാര് അവരുടെ അടുത്തേക്ക് തന്നെ പോകും, സിനിച്ചിയുടെ കയ്യിൽ ഇറക്കി പിടിക്കുകയാണ്. പക്ഷെ സിനിച്ചിയുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി വീട്ടിലെത്തിയ സമയത്ത് സിനിച്ചി ഇപ്പോൾ ന്യൂസിൽ നോക്കുകയാണ്. അപ്പോൾ ആ റെസ്റ്റോറന്റിൽ നടന്ന കൊലപാതകം ആകെ വാർത്തയായിട്ടുണ്ട്, പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിച്ചി മികിയോട് പറയാണ്, നീ കാരണം ഞാനൊരു കൊലപാതകയായിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ മികി പറയാണ്, എനിക്ക് പറയാണ്ട്, ഞാനില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നീ സ്വർഗത്തിൽ ഉണ്ടാവുമായിരുന്നു, അവിടുത്തെ ബോണ്ടയും കഴിച്ചുകൊണ്ട്. ചെക്ക കൂടുതൽ വിളച്ചിലെടുക്കാൻ നിൽക്കണ്ട, ഇനി വല്ല വിളച്ചിലെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കൈകളൊക്കെ ഒരു ആയുധം പോലെ ആയി മാറുകയാണ്, നിന്റെ കഴുത്ത് ഞാൻ കണ്ടിച്ചു കളയുന്നപ്പോൾ മികി ഈ സിനിച്ചി ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനൊന്നും ചെയ്യില്ല, നീ ദയവ് ചെയ്തിട്ട് ആ രൂപം ഒന്ന് മാറ്റിക്കേ. ഇപ്പൊ സിനിച്ചിയുടെ നേരെ നിന്നും ആ ഒരു രൂപമെല്ലാം മാറി പഴയതുപോലെ ആവുകയാണ്. ഇതേ സമയം തന്നെ ആ കൊലപാതകം നടന്നില്ല, ആ ഷെഫ് പാരസൈറ്റിന്റെ കൊലപാതകം. അങ്ങോട്ടേക്ക് കുറച്ച് പോലീസുകാർ വന്നിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ ചില തുമ്പുകൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. സിനിച്ചി ഇപ്പൊ അവന്റെ സ്കൂളിലാണ്, അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന ഈ സിനിച്ചിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു സാധനം മികി പതിയെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഇപ്പൊ സിനിച്ചി പറയണ, മര്യാദക്ക് ഉള്ളിലേക്ക് പോയിക്കോ. ഇപ്പൊ മികി പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, നമ്മളെപ്പോലെ തന്നെയല്ലേ ഏതോ ഒരു പാരസൈറ്റ് ചുറ്റും എവിടെയായിട്ടുണ്ട്. പാരസൈറ്റോ? ഇവിടെയോ? സിനിച്ചി ചുറ്റും നോക്കി, പ്രത്യേകിച്ച് ആരും കാണാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് പ്രിൻസിപ്പൽ ഒരു കാര്യം പറയുന്നത്, കുട്ടികളെ, നമ്മുടെ സ്കൂളിലേക്ക് ഇന്ന് പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടീച്ചറെ ഇവർ കാണുകയാണ്. കണ്ടപ്പോൾ തന്നെ സിനിച്ചിക്കും മികിക്കും മനസ്സിലായി ഇത് തന്നെയാണ് ആ ഒരു പാരസൈറ്റ്. ആ ടീച്ചറും കുട്ടികളോട് സംസാരിക്കുകയാണ്. മാത്രമല്ല വല്ലാത്തൊരു രീതിയിൽ തന്നെ ആ ടീച്ചർ പിന്നെ നമ്മുടെ സിനിച്ചിയെ നോക്കുകയാണ്. അതായത് ഈ ഒരു ടീച്ചറിന് മനസ്സിലായി സിനിച്ചിയും ഒരു പാരസൈറ്റ് ആണെന്ന്. അങ്ങനെ അസംബ്ലി എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് ഈ ടീച്ചറിന് പിന്നാലെ പോവാണ് സിനിച്ചി. ഇപ്പൊ ടീച്ചർ തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, എനിക്കറിയാം നീ ഒരു പാരസൈറ്റ് ആണെന്ന്, പക്ഷെ ബാക്കിയുള്ള എല്ലാവരെയും പോലെയല്ല നീ, നിനക്ക് എന്തോ ചില വ്യത്യാസങ്ങളുണ്ട്. ഇതേ സമയത്ത് തന്നെ സിനിച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന മികി സംസാരിക്കുകയാണ്, അതെ എനിക്കറിയില്ല എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഇത് കണ്ട സമയത്ത് ആ ഒരു ടീച്ചർ പാരസൈറ്റ് ആകെ ഞെട്ടിപ്പോവാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യനും പാരസൈറ്റും കൂടെ ഒരു മിശ്രിതമായി നിൽക്കുന്നു, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ മികി പറയാണ്, ഞാനും അവന്റെ തലച്ചോറിലേക്ക് തന്നെ കയറാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഞാനാണെങ്കിൽ ഇവന്റെ കൈൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണ്, പുറത്തേക്ക് കടക്കാനും കഴിയുന്നില്ല. എന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഈ സിനിച്ചിയുടെ കൂട്ടുകാരി, അതായത് ഗേൾഫ്രണ്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചർ പറയാണ്, എന്തായാലും ഇവിടെ വെച്ച് സംസാരിക്കുന്നത് അത്ര പന്തിയല്ല, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വൈകുന്നേരം നീ എന്നെ മീറ്റ് ചെയ്യാൻ വാ. അങ്ങനെ വൈകുന്നേരമായി. ഇപ്പൊ സിനിച്ചി ടീച്ചർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ഒരു അക്വേറിയം പോലത്തെ സ്ഥലമായിരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ മിക്കി പറയുന്നുണ്ട്, സിനിച്ചി ഇങ്ങോട്ടേക്ക് വേറെ ഏതോ 2 പാരസൈറ്റുകൾ കൂടെ വരുന്നുണ്ട്. അത് ശരിയായിരുന്നു കേട്ടോ. ഇപ്പൊ ആ ഒരു ടീച്ചറിന്റെ അടുത്തേക്ക് ഒരു പോലീസ് പാരസൈറ്റ്, അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് പാരസൈറ്റ്, ഇത് രണ്ടും വരികയാണ്. അത് ഇവരോട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവർ വിചാരിക്കുന്നത് ഇവരുടെ വർഗ്ഗമാണല്ലോ. ഇപ്പൊ ആ ടീച്ചർ സിനിച്ചിയോട് പറയാണ്, ഞാൻ എല്ലാവരെയും പോലെയല്ല, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതായത് ആ സ്ത്രീ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് പാരസൈറ്റ് ഇവരുടെ ഉള്ളിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനിപ്പോൾ ഒരു പ്രശ്നമില്ല, ആ കുഞ്ഞിനൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഈ പാരസൈറ്റ് ആ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നീട് ഈ ടീച്ചർ പറയാണ്, ഈ കുഞ്ഞിന് നന്നായിട്ട് തന്നെ ഒരു മനുഷ്യനെ പോലെ തന്നെ എനിക്ക് പുറത്തേക്ക് എടുക്കണം, എനിക്ക് ചില പരീക്ഷണങ്ങൾ നടത്താനുണ്ട്, മനുഷ്യരായിട്ട് തന്നെ കുറച്ചു കാലം ജീവിച്ചു നോക്കണം. അതുപോലെ സിനിച്ചി, നിന്റെ ശരീരം ഇപ്പോൾ ഈ ഒരു പാരസൈറ്റും അതുപോലെ തന്നെ മനുഷ്യന്റെയും ഒരു മിശ്രിതമാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് പഠിക്കണം. അതുകൊണ്ട് രഹസ്യമായിട്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ നീ ജോയിൻ ചെയ്തു. ഇനി അഥവാ വല്ല വേലത്തരവും കാണിക്കാൻ നോക്കിയാൽ ഇപ്പൊ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, സെക്കൻഡുകൾ കൊണ്ട് 2 കഷ്ണമായി മുറിഞ്ഞു പോവാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചറിന്റെ തല തുറന്നു വന്ന് അതിനുള്ളിൽ ആ ഒരു ബ്ലേഡ് പോലെയായിട്ട്, അതുകൊണ്ടാണ് അത് വെട്ടിമുറിച്ചിരിക്കുന്നത് സെക്കൻഡുകൾ കൊണ്ട്. അതായത് ഈ ടീച്ചർ പാരസൈറ്റ് കുറച്ചധികം പവർഫുൾ ആണ്. അടുത്ത സീനിൽ ഇപ്പൊ വന്ന ആ ഒരു പോലീസുകാരൻ അതുപോലെ തന്നെ ആ സ്റ്റുഡന്റ്, ഇവർ രണ്ടുപേരും പാരസൈറ്റ് ആണ്. ഇവരെ കാണിക്കാണ് ഇവർ തട്ടിക്കൊണ്ടുപോയ മനുഷ്യരെ ഇവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ടീച്ചർ ആണെങ്കിൽ സാധാരണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ എന്താണോ കഴിക്കുക അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. കാരണം ആ സ്ത്രീയുടെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞിനെ സേഫ് ആയിട്ട് അവർക്ക് പുറത്തെടുക്കണമായിരുന്നു. നമ്മുടെ സിനിച്ചയാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ കുറച്ച് ദിവസത്തേക്ക് അമ്മ പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ നിനക്ക് എന്തായി പറ്റിയത്? ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. ഇപ്പൊ അവന്റെ അമ്മ വന്നിട്ട് അവന്റെ തോളിൽ കൈ വെച്ചിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ അമ്മയുടെ ആ ഒരു പൊള്ളി കൈ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് കൈ എടുക്കുക അവിടുന്ന്, വെറുതെ സ്നേഹം അഭിനയിക്കാൻ വരില്ല. അവരമ്മ അത്രയും വേദനിപ്പിച്ച് അവിടുന്ന് പോവാണ് കേട്ടോ. അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, ഇവൻ എന്തെങ്ങനെ പെരുമാറുന്നത്. പിന്നീട് റൂമിലേക്ക് വന്നിട്ട് സിനിച്ച് അവന്റെ ആ ഒരു ഡ്രോയിങ് ബോർഡിൽ അവന്റെ അമ്മയുടെ ചിത്രം തന്നെ വരയ്ക്കുകയാണ്. ഇപ്പൊ മികി ചോദിക്കുകയാണ്, അല്ല നീയല്ലടാ ഇപ്പൊ അമ്മയോട് വഴക്കിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ അമ്മയോട് ഇത്ര വലിയ സ്നേഹം, എന്താ നിന്റെ ശരിക്കും പ്രശ്നം? ഈ സമയത്ത് സിനിച്ച് പറയാണ്, അവൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തിളച്ച എണ്ണ അവന്റെ ദേഹത്തേക്ക് മറിയാൻ വേണ്ടി വന്നു. എന്നാൽ സ്വന്തം കൈ പോലും പൊള്ളുമെന്ന് നോക്കാതെ എന്റെ അമ്മ അത് തടുത്തിട്ട് അമ്മയുടെ കൈ അമ്മ തന്നെ പൊള്ളിച്ചു കളഞ്ഞു. അമ്മ എന്നെ രക്ഷിച്ചതാണ്,
എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ കൈ ആ കോലത്തിലാക്കിയില്ലേ, എന്നത് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. ആ ഒരു കാര്യം കാണുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ദേഷ്യം എന്നോട് തന്നെ വരും. ഞാൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എനിക്ക് യാതൊരു ധാരണയില്ല. അല്ലാതെ വേണമെന്ന് വെച്ചിട്ടല്ല ഞാൻ എൻ്റെ അമ്മയെ ഹേർട്ട് ചെയ്യുന്നത്, വേദനിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ മിഗി താടിയിലും കൈ വെച്ചിട്ട് എനിക്കിതാ തിരിയാത്തത്. ഈ മനുഷ്യരെന്താ ഇങ്ങനെ ഇമോഷണൽ ഫൂൾസ് ആണല്ലോ. പിന്നീട് സിനിച്ചു പുറത്ത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മിക്കി പറയുന്നുണ്ട്, നീ ഒന്ന് സൂക്ഷിക്കണേ, തൊട്ടടുത്ത് എവിടെയായിട്ട് ഒരു പാരസൈറ്റ് ഉണ്ട്. ഇപ്പൊ സിനിച്ച് നോക്കുമ്പോൾ നേരത്തെ ടീച്ചറിന്റെ കൂടെ ഒരു പോലീസുകാരൻ വന്നില്ലേ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അയാളെ കാണാതെ പതിയെ ഒഴിഞ്ഞു മാറുക. എന്നാൽ സിനിച്ചയുടെ പിന്നാലെ തന്നെ ആ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിച്ച അയാളോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ പോലീസുകാരൻ പറയാണ്, ആ ഷെഫ് മരിച്ചതിന് കാരണം നീ തന്നെയാണ്. ഒരു പാരസൈറ്റിനെ കൊല്ലാൻ മറ്റൊരു പാരസൈറ്റിനെ കഴിയുള്ളൂ. അതുകൊണ്ട് നിന്നെപ്പോലെയുള്ളവര് അതെന്റെ ജീവനും ആപത്താണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോ ആ ഒരു പോലീസുകാരന്റെ കൈയും കാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ മാറുകയാണ്. അതുപോലെ തന്നെ സിനിച്ചയും എല്ലാത്തിനും റെഡിയായി നിൽക്കുകയാണ്. സിനിച്ചയല്ല മിക്കി. പിന്നീട് ആ രണ്ട് പാരസൈറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ മിക്കി സിനിച്ചയോട് പറയുന്നത്, എനിക്ക് അധികം നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വേഗം നിന്റെ മൂവ്മെന്റ് നീ ചെയ്യുന്നു. ഇപ്പൊ സിനിച്ച് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ഒരു കമ്പി എടുത്ത് ഈ പോലീസുകാരന്റെ പള്ളക്ക് ഒരൊറ്റ കയറ്റി കൊടുക്കുകയാണ്. ആ പോലീസുകാരൻ പാരസൈറ്റ് നിലത്ത് വീണിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മിക്കി പറയാണ്, നീ അവിടെ കിടന്ന ചോര വാർന്ന് ചത്തോളൂ. പിന്നീട് നേരെ വീട്ടിലേക്ക് എത്തി സിനിച്ചയാണെങ്കിൽ വാള് വെക്കലോ വാള് വെക്കല്. ഇത് കണ്ടപ്പോൾ മിക്കി പറയാണ്, ഇതൊക്കെ കണ്ട് വാള് വെക്കാൻ മാത്രമൊക്കെ ഉണ്ടോടെ? ആ നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നീയല്ലല്ലോ കൊന്നത്, ഞാനല്ലേ കൊന്നത്. ഇപ്പൊ ഒന്ന് ചിരിച്ചുകൊണ്ട് മിക്കി പറയാണ്, എടാ നിന്റെ നല്ല കാലത്തിനാണ് നിന്റെ തലച്ചോറിലേക്ക് ഞാൻ കയറാതിരുന്നത്. തലച്ചോറിലാ കയറിയിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ ഒരു 10-20 എണ്ണത്തിനെ തട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് മോനെ ചക്കരക്കൂട്ട പോയിട്ട് കിടന്നുറങ്ങിക്കുക. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി സിനിച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്കി പറയാണ്, സിനിച്ച് വേഗം എഴുന്നേൽക്ക്, ആര് പുറത്ത് വന്നിട്ടുണ്ട്, ഒരു പാരസൈറ്റ് ആണ്. വേഗം തന്നെ സിനിച്ച് എഴുന്നേറ്റ് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വാതിലിന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കുകയാണ്. ഇപ്പൊ മിക്കി പറയുന്നുണ്ട്, സിനിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കരുത്, ആര് വന്നാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഒരു ഭയത്തിൽ സിനിച്ച് അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് അവന്റെ അമ്മയാണ് അങ്ങോട്ടേക്ക് വന്നത്. എടാ ചങ്ങായി, ഇതെന്റെ അമ്മയാണ്, അമ്മയെ കണ്ടിട്ടാണോ നീ പാരസൈറ്റ് എന്നൊക്കെ പറഞ്ഞത്? ഇപ്പൊ മിക്കി പറയാണ്, എടാ അത് അമ്മയല്ല, പാരസൈറ്റ് ആണ്, അങ്ങോട്ടേക്ക് പോകരുതെന്ന്, മിണ്ടി പോകരുത് കേട്ടോ, ഈ മിണ്ടി അതിന്റെ കഴുത്തി ആർത്തുകളെ, എന്റെ കൈ പോയാൽ എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ മിക്കി പറയുന്നത് കേൾക്കാതെ സിനിച്ച് ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ട ഉടനെ തന്നെ അമ്മ പറയാണ്, മോനെ ഞാൻ അന്നേ പറഞ്ഞില്ലേ, നീ എൻ്റെ അടുത്ത് എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇപ്പൊ സിനിച്ച് കരഞ്ഞോണ്ട് തന്നെ പറയാണ്, അമ്മയെ ഞാൻ മനഃപൂർവ്വം ഒന്നും മറക്കുന്നതല്ല, പിന്നെ അമ്മയെ ഞാൻ വേദനിപ്പിച്ചത് അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, കുറ്റബോധം കൊണ്ടാണ്, അതൊന്നും കുഴപ്പമില്ല മോനെ. പതിയെ പതിയെ അവന്റെ അമ്മയുടെ ഭാവത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം. ഇപ്പൊ സിനിച്ചിക്ക് എന്തോ ഒരു പേടിയായിട്ടുണ്ട്. അമ്മയെ ദയവ് ചെയ്തിട്ട് അമ്മയായിട്ട് തന്നെ നിൽക്കണേ, മാറരുതേ. ഇതേ സമയത്ത് തന്നെ മിക്കി പറയുന്നുണ്ട്, എടാ അമ്മയുടെ അടുത്തേക്ക് പോവല്ലേ, അതൊരു പാരസൈറ്റ് ആണെന്ന്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ സിനിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഉടനെ തന്നെ അമ്മയുടെ ആ ഒരു തല വല്ലാത്തൊരു രീതിയിൽ മുറിഞ്ഞു വരികയാണ്. സംഭവം അവന്റെ അമ്മയും ഒരു പാരസൈറ്റായി മാറിയിരിക്കുകയാണ്. അതായത് നേരത്തെ സിനിച്ച് കുത്തിക്കൊന്ന ആ ഒരു പോലീസുകാരൻ പാരസൈറ്റ് ഉണ്ടല്ലോ, ആ പോലീസുകാരന്റെ ശരീരം നശിക്കുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു പാരസൈറ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലൂടെ പോയ നമ്മുടെ സിനിച്ചിയുടെ അമ്മയുടെ ഉള്ളിലേക്ക് അത് കയറി. അങ്ങനെ സിനിച്ചിയുടെ അമ്മ ഒരു പാരസൈറ്റ് ആയി. പിന്നീട് അവന്റെ അമ്മ തന്നെ അവന്റെ ഹൃദയത്തിലേക്ക് ആ ഒരു ആയുധം കുത്തി കയറ്റുകയാണ് കേട്ടോ. നിലത്ത് വീണുപോയ സിനിച്ചിയെ നോക്കിയിട്ട് ഇനി എന്തായാലും ഇവ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല. ഇത് പറഞ്ഞിട്ട് സിനിച്ചിയുടെ അമ്മ അവിടുന്ന് പോവാണ്. ഇപ്പൊ സിനിച്ചിയുടെ അമ്മയല്ല, അതൊരു പാരസൈറ്റ് ആണ്. ഇപ്പോൾ ആ ഒരു പാരസൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ സിനിച്ചിയാണെങ്കിൽ എഴുന്നേൽക്കാതെ നിലത്ത് ബോധം കെട്ട് കിടക്കുകയാണ്. മിഗിക്കാണെങ്കിൽ എന്ത് ചെയ്യണം തിരിയുന്നില്ല. അതായത് രണ്ടുപേര് തന്നെയാണ്. അങ്ങനെ അവസാനം ആ ഒരു മുറിയുടെ ഉള്ളിലേക്ക് തന്നെ മിഗി കയറി പോവാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് സിനിച്ചിക്ക് ബോധം വന്ന് കണ്ണാടിയിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിയൊന്നും ഇപ്പൊ അവിടെ ഇല്ല. അതെല്ലാം ഒരു എന്താ പറയാ തൊലി പോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ മിഗി പറയാണ്, നിന്നെ രക്ഷിച്ചത് ഞാൻ തന്നെയാണ്, നിന്റെ ഉള്ളിൽ ആ ഒരു ഇറച്ചിയെ പഴയതുപോലെ ആക്കിയത് ഞാൻ എന്റെ ഇറച്ചി ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ സിനിച്ചിക്ക് ഇപ്പൊ ഒട്ടും എന്താ പറയാ സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ അമ്മ ഒരു പാരസൈറ്റായി മാറിയില്ലേ, ജീവിക്കേണ്ട, മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് അവൻ പുറത്തൂടെ നടക്കുന്ന സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവളെ മൈൻഡ് ചെയ്യാതെ സിനിച്ചി അവിടെ ഓടുകയാണ്. പിന്നീട് സിനിച്ചി നേരെ ചെല്ലുന്നത് ആ ടീച്ചറിന്റെ അടുത്തേക്കാണ്. ടീച്ചറിനോട് കാര്യങ്ങൾ പറയണം. അതായത് പോലീസുകാരൻ കൊല്ലാൻ നോക്കി, പോലീസുകാരൻ എന്ന് വെച്ചാൽ പോലീസുകാരൻ പാരസൈറ്റ്. ഇപ്പൊ ടീച്ചർ പറയാണ്, ആ പോലീസുകാരൻ പാരസൈറ്റിനെ നിങ്ങൾ കൊന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് നിന്നെ അത് കൊല്ലാൻ വരിക? ഇപ്പൊ സിനിച്ചി പറയാണ്, അതെന്റെ അമ്മയുടെ ശരീരത്തിൽ കയറി എന്നിട്ടാണ് എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അയാൾ എവിടെയാണെന്ന് അറിയണം. എന്റെ അമ്മയുടെ ആ ഒരു പാരസൈറ്റ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ, എനിക്ക് പ്രതികാരം വീട്ടണം. ഇപ്പോൾ ഈ ഒരു ടീച്ചർ പറയാണ്, എനിക്കറിയാണെങ്കിലും ഞാൻ പറയില്ല. അതുപോലെ നിന്റെ ശരീരത്തിൽ മുറിവുണ്ടായി എന്നല്ല പറഞ്ഞത്, ആ മുറിവ് ഇപ്പൊ കാണാനില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ മിക്കി പറയാണ്, അത് ശരിയാക്കി കൊടുത്തത് ഞാനാണ്. ടീച്ചർ ഇപ്പൊ പറയണം, ഓഹോ അത് നല്ലൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെയാ ചെയ്തത്? ഇപ്പൊ സിനിച്ച് ചോദിക്കുകയാണ്, എനിക്ക് അതൊന്നുമല്ല കാര്യം, എനിക്ക് അവൻ എവിടെയാണെന്ന് അറിയണം, ആ ഒരു പാരസൈറ്റ്. സിനിച്ച് ചോദിക്കുന്നത് പാവം നമ്മുടെ സിനിച്ചിയുടെ പാരസൈറ്റായി മാറിയ അമ്മയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. ടീച്ചർ അത് പറയില്ല എന്ന് തന്നെ പറയണേ. ഇതേ സമയത്ത് സിനിച്ച് ദേഷ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ഒരു ഒറ്റയേറ് കൊടുക്കുകയാണ്. എന്നാൽ നേരത്തെ തന്നെ ടീച്ചറിന്റെ ആ ഒരു കഴിവ് നമ്മൾ കണ്ടാണല്ലോ, അവരുടെ ആ ഒരു മുടി കൊണ്ട് ആ ഒരു കത്തി നിസ്സാരമായിട്ട് പിടിക്കുകയാണ്. ആ കത്തി അവന് നേരെ തന്നെ തിരിച്ചെറിയുന്നുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് സിനിച്ചിയുടെ ദേഹത്ത് അത് കയറിയില്ല. ഇതേ സമയം തന്നെ ചില പോലീസുകാർ ഇങ്ങനെയുള്ള തിരോധാനങ്ങൾ, മരണങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഷെഫ് പാരസൈറ്റ് മരിച്ച സ്ഥലത്ത് നിന്ന് ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ സിനിച്ചിയുടേത് തന്നെയാണ്. അതുപോലെ അവസാനം മരിച്ച ആ ഒരു പോലീസുകാരൻ പാരസൈറ്റ്, അയാളുടെ ദേഹത്തുണ്ടായിരുന്ന ആ കമ്പിയിൽ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും നമ്മുടെ സിനിച്ചിയുടെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഏകദേശം ഒന്നാണെന്ന് ഇവർക്ക് മനസ്സിലായി. മാത്രമല്ല പോലീസുകാർ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരിച്ച ആൾക്കാരുടെ ഉള്ളിൽ മുഴുവൻ
മനുഷ്യരുടെ ഇറച്ചി തന്നെയാണ്. അതായത് ഈ മരിച്ച ആൾക്കാർ മുഴുവൻ മനുഷ്യരെ തിന്നുന്നവരാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇതെന്താ ഈ സംഭവിക്കുന്നത്? ഈ നഗരത്തിന് എന്താ പറ്റിയത്? പോലീസുകാരാകെ കൺഫ്യൂഷനിലായി. ഇതേ സമയത്ത് തന്നെ ടൗണിലൂടെ നടക്കുന്ന സമയത്ത് സിനിച്ചി അവിടെ ഒരു ആൾക്കൂട്ടത്തെ കാണുകയാണ് കേട്ടോ. ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് അവരോട് എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മിഗി പറയാണ്, സിനിച്ചി ഇവിടെ എവിടെയോ ഒരു പാരസൈറ്റ് ഉണ്ട്, എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ സിനിച്ചിയും അതിലൂടെ ഇങ്ങനെ നടന്ന് നോക്കുകയാണ് ഏതാണ് ആ പാരസൈറ്റ് എന്ന്. പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി പാരസൈറ്റ് മറ്റാരുമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലീഡറാണെന്ന്. അതിപ്പോൾ ലീഡറല്ല, ഉള്ളിലുള്ളത് ഒരു പാരസൈറ്റ് ആണെന്ന്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് സിനിച്ചിയോട് മിഗി പറയണം, കണ്ടോ അധികാരത്തിൽ വരെ ഞങ്ങളുടെ ആൾക്കാർ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ഭരണ കേന്ദ്രങ്ങളിലും പാരസൈറ്റുകളായിരിക്കും. അതായത് ഭൂമി ഇനി ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. സിനിച്ചി ഇപ്പോൾ എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ? ഈ സമയത്താണ് ആരും കോണിംഗ് ബെൽ അടിക്കുന്നത്. പോയി നോക്കുമ്പോൾ ആ 2 പോലീസുകാരായിരുന്നു. സിനിച്ചിയുടെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല അവനോടൊന്ന് കുറച്ച് സംസാരിക്കണമെന്ന് ഈ പോലീസുകാർ പറയണം. അതായത് അവന്റെ ഫിംഗർ പ്രിന്റ് ട്രേസ് ചെയ്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കഥ കേൾക്കുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരാം. പോലീസുകാർ സിനിച്ചിയോട് ഇപ്പോൾ ചോദിക്കുകയാണ്, അതായത് അന്ന് കൊലപ്പെട്ട പോലീസുകാരനുണ്ടല്ലോ അയാളുടെ വയറ്റിലുണ്ടായ ആ റോഡിനെ കുറിച്ചൊക്കെ. എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്ന് സിനിച്ചി പറയണം കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാർ അവിടെ പോവാണ്. മാത്രമല്ല പോലീസുകാർ ഇവൻ പറഞ്ഞ കാര്യമൊന്നും വിശ്വസിച്ചിട്ടില്ല. ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പൊ സിനിച്ചി ഉള്ളത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സിനിച്ചി നേരെ സ്കൂളിലേക്ക് പോവാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റുഡന്റ് പാരസൈറ്റ് ഉണ്ടല്ലോ, ആ സ്കൂളിൽ തന്നെ പുതിയൊരു സ്റ്റുഡന്റ് ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പൊ സിനിച്ചിയുടെ ആ ഒരു ഗേൾ ഫ്രണ്ട് വന്നിട്ട് ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊന്നും അറിയില്ലല്ലോ പെൺകുട്ടിക്ക്. ഇപ്പൊ സ്റ്റുഡന്റ് പാരസൈറ്റ് സിനിച്ചിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. എന്നാൽ സിനിച്ചി ഇപ്പൊ കൊടുക്കുന്നത് അവന്റെ ഇടത്തെ കൈയാണ് കേട്ടോ. മാത്രമല്ല ആ പാരസൈറ്റ് ഇവന്റെ കൈ ഒന്ന് ഞെരുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഡബിൾ ആയിട്ട് സിനിച്ചി അങ്ങോട്ടേക്ക് ഞെരുക്കി കൊടുക്കുകയാണ്. കാരണം ഉള്ളിൽ മിഗി ഉള്ളത് കൊണ്ട് തന്നെ ഇവന് നല്ല പവറാണ് ഇപ്പോൾ. പിന്നീട് ഈ കാര്യം ഈ സ്റ്റുഡന്റ് പാരസൈറ്റ് നേരെ പോയിട്ട് ടീച്ചർ പാരസൈറ്റിനോട് പറയണം കേട്ടോ. അതായത് ഗിമിയുടെ ആ ഒരു ശരീരത്തിന്റെ ഭാഗം സിനിച്ചിക്ക് കൊടുത്തത് കൊണ്ടാണ് അവൻ ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. അടുത്ത സീനിൽ സിനിച്ചിയാണ് കാണിക്കുന്നത്. അവനിപ്പോ വീട്ടിലാണ് കേട്ടോ. അപ്പൊ സിനിച്ചി ഗിമിയോട് പറയണം, വേഗം റെഡിയാകും, നമുക്ക് പോകണം, എന്റെ അമ്മയുടെ ഉള്ളിലുള്ള ആ ഒരു പാരസൈറ്റിനെ കണ്ടുപിടിക്കണം, അതിനെ കൊന്നു കളയണം. ഇതേ സമയത്ത് തന്നെ ഗിമി പറയാണ്, ഞാൻ അബദ്ധവശാൽ നിന്റെ കയ്യിൽ പെട്ടുപോയി, അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഒരുപാട് ഗുണങ്ങൾ ഇപ്പൊ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു നിശ്ചിത സമയത്ത് എനിക്ക് ഉറങ്ങിയേ മതിയാവുള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ഇത് പറഞ്ഞിട്ട് ഗിമി ഉറങ്ങാൻ കിടക്കുകയാണ്. മാത്രമല്ല ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട എന്നും ഈ സിനിച്ചിയോട് പറയണം കേട്ടോ. എന്നാൽ സിനിച്ചി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ പ്രതികാരം വീട്ടിൽ അടങ്ങുള്ളൂ. ആ സമയത്താണ് ഇന്റർനെറ്റിലെല്ലാം ഒരു ന്യൂസ് പടരുന്നത്. അതായത് ഇങ്ങനെ ഒരു പാരസൈറ്റ് ഉള്ള കാര്യം ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ തിരിച്ചറിയാനായിട്ട് തലയിൽ ഒരു മുടി പറിച്ചു നോക്കിയാൽ മതി. ആ മുടി പുഴുക്കളെ പോലെ അനങ്ങുകയാണെങ്കിൽ അത് പാരസൈറ്റ് ആണ്. ഈ കാര്യം നമ്മുടെ പോലീസുകാരനും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാൾ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്. എന്തോ നാടേന്നുണ്ട് തെറി പറയാൻ വരുമ്പോഴേക്കും ഒന്നും പറയല്ലേ, ഞാൻ ഒന്ന് പരീക്ഷ, എന്തായാലും നീ ഒരു പാരസൈറ്റ് അല്ല. ഇതെങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CCTV-യിലൂടെയുള്ള വിഷ്വൽസ്, അതായത് അന്ന് ആ കടയിലുണ്ടായിരുന്ന ക്യാഷറൊക്കെ തല ഇതുപോലെ പിഴുതെടുത്ത് തിന്നില്ലേ മറ്റൊരു പാരസൈറ്റ്, ഇതെല്ലാം അതിൽ റെക്കോർഡഡ് ആയിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ ആകെ പബ്ലിക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചർ പാരസൈറ്റ് ആകെ ടെൻഷൻ ആവുകയാണ്. ഇതേ സമയം തന്നെ അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ആ ഒരു പൊളിറ്റീഷ്യൻ പാരസൈറ്റ് വന്നിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, അതായത് ഇവരെ കൊണ്ട് ഇത് ചെയ്യുന്നത് അവരല്ല, ആ ഒരു ബുദ്ധിയെല്ലാം നശിച്ചു കഴിഞ്ഞു. അവരുടെ ബ്രെയിൻ മുഴുവൻ ഉള്ളിലുള്ള പാരസൈറ്റ് തിന്ന് തീർത്തിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പാരസൈറ്റ് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള പാരസൈറ്റ് പറയാണ്, ഈ വരുന്ന ഇലക്ഷനിൽ ഞാനൊന്ന് ജയിച്ചോട്ടെ, പിന്നെ നമ്മുടെ കാലമായിരിക്കും. അതുപോലെ തന്നെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, എന്താണ് അതിന്റെ വിശേഷം? ഇതേ സമയത്ത് ആ ടീച്ചർ പാരസൈറ്റ് പറയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, അതൊരു പാരസൈറ്റിനെ പോലെയല്ല, ഒരു മനുഷ്യനെ പോലെയാണ് വളരുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ആ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടാൻ വരണ്ട. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് റോഡരികിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിച്ചയും അവന്റെ ഗേൾ ഫ്രണ്ടും. അതുപോലെ തന്നെ ആ സമയത്താണ് റോഡിൽ ഈ വണ്ടി തട്ടിയിട്ട് ചത്ത് കിടക്കുന്ന ഒരു നായയെ കാണുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അതിന്റെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. അവൻ വിചാരിച്ചു അതിന് കുറച്ചെങ്കിലും ജീവനുണ്ടാവുമെന്ന്. എന്ന് എടുത്തു നോക്കിയപ്പോൾ മനസ്സിലായി അത് പൂർണ്ണമായിട്ട് ചത്തു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബോട്ടയിലേക്ക് കൊണ്ടുപോയിടാണ്. ഇപ്പൊ സിനിച്ചിയുടെ ഗേൾ ഫ്രണ്ട് പറയാണ്, അല്ല അതൊരു ജീവനല്ലേ, അതിനെന്തിനാ അതിൽ കൊണ്ടുപോയിടുന്നത്, അതിനോട് ചെറിയൊരു റെസ്പെക്ട് കാണിക്കണ്ടേ. ഇതേ സമയത്ത് തന്നെ സിനിച്ചി പറയാണ്, അത് ജീവനുണ്ടെങ്കിൽ മാത്രമേ അതൊരു നായ ആവുള്ളൂ, ഇതിപ്പോ വെറും ഒരു ഇറച്ചിയും എല്ലുമായിട്ടുള്ള ഒരു വസ്തു മാത്രമാണ്. സിനിച്ചിയുടെ ഈ ഒരു വാക്കുകൾ കേട്ട സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിന് അത് തീരെ ഇഷ്ടമായില്ലടോ. നീ ഇങ്ങനെ മാറിപ്പോടാ, എന്താ നിന്റെ മനസ്സിങ്ങനെ ദുഷിച്ചിരിക്കുന്നത് എന്ന പാവം നമ്മുടെ സിനിച്ചിയല്ല ഇത് പറയുന്നത്. അതായത് നമ്മുടെ മിക്കിയുടെ ആ ഒരു അംശം അവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവൻ വല്ലാതെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇമോഷൻസിലൊന്നും അവനിപ്പോ വീണുപോയില്ല, കാരണം മിക്കിയുടെ ആ ഒരു പവർ തന്നെ. അടുത്ത സീനിൽ ആ ടീച്ചർ പാരസൈറ്റിനും വീട്ടിലാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പാരസൈറ്റ് അവളുടെ ഉള്ളിലേക്ക് കയറുന്നത് വരെ അവർ പ്രഗ്നന്റ് ആയിരുന്നില്ല, അതിനുശേഷമാണ് പ്രഗ്നന്റ് ആയത്. അതിന് കാരണം ആ ഒരു പോലീസുകാരൻ പാരസൈറ്റ് മെയിൻ വില്ലനാണ്. പക്ഷേ ഈ കാര്യം ടീച്ചറുടെ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ആ ഒരു ടീച്ചർക്ക് വല്ലാതെ
വല്ലാതെ ദേഷ്യം വരികയാണ്. ടീച്ചറല്ല, ആ പാരസൈറ്റിന്. അവിടെ വെച്ച് തന്നെ ടീച്ചറിന്റെ അച്ഛനും അമ്മയും ഇവള് കൊന്നുകളയാണ്. എന്നിട്ട് മറ്റുള്ള പാരസൈറ്റിനോട് വിളിച്ചു പറയാണ്, ഇങ്ങനൊരു മനുഷ്യ ശരീരം ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ വന്ന് തിന്നുമെന്ന്. അതായത് ഈ ടീച്ചർ ഇത് കഴിക്കില്ല, കാരണം വയറ്റിലുള്ള ആ ഒരു കുഞ്ഞിനെ, മനുഷ്യ കുഞ്ഞിനെ സേഫ് ആയിട്ടിനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. എന്തായാലും ടീച്ചർക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്താണ് സിനിച്ചി അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പൊ എന്താണ് പ്രശ്നം എന്നൊക്കെ സിനിച്ചി ടീച്ചറോട് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇവരെല്ലാവരും മനുഷ്യരെ തിന്നുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം. മനുഷ്യർ തിന്നാതെ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? ഇപ്പോൾ നമ്മുടെ മിക്കിയും പറയാണ്, അതെ അതെ, മനുഷ്യർ തിന്നാതിരുന്ന ആ ഒരു പ്രശ്നം തന്നെ തീർന്നല്ലോ. എന്ന് സിനിച്ച് പറയാണ്, എവിടെ തീർന്നു? ഒന്നാമത്തെ പ്രശ്നം തന്നെ നിങ്ങളുള്ളത് മനുഷ്യരുടെ ഉള്ളിലാണ്. മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറി പറ്റുന്നത്. സിനിച്ച് പറഞ്ഞ കാര്യം ശരി തന്നെയല്ലേ? ഇതേ സമയത്തിന് സ്കൂളിന്റെ മറ്റൊരു ഭാഗത്ത് പുതുതായിട്ട് വന്ന ആ ഒരു സ്റ്റുഡന്റ് പാരസൈറ്റ് ഉണ്ടല്ലോ, അവനൊരു മോഡലിനെ പോലെ നിൽക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവനെ നോക്കി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി തമാശയ്ക്ക്, ഇനി ഇവനെങ്ങാനും വല്ല പാരസൈറ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ മുടി പിടിച്ചൊന്ന് വലിച്ചു നോക്കുകയാണ്. എന്നിട്ട് അത് നിലത്തിടുന്നുണ്ട്. അതായത് ആ മുടിക്കുന്ന മാറ്റം ഉണ്ടെന്ന് അറിയാം, ചുമ്മാ തമാശക്ക് ചെയ്തതാണ്. എന്നാൽ അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഇവരൊക്കെ ആകെ ഞെട്ടി വരച്ച് പോകാണ് കേട്ടോ. കാരണം അതൊരു പാരസൈറ്റ് അല്ലേ, അവന്റെ മുടി ഇളകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ഈ സ്റ്റുഡന്റ് പാരസൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ തനി രൂപത്തിലേക്ക് അങ്ങ് വരികയാണ്. വെറിബോണ്ട് ആ ഒരു പാരസൈറ്റ് അതിന്റെ കൈകളെല്ലാം ആയുധങ്ങൾ പോലെ ആക്കിയിട്ട് എല്ലാ കുട്ടികളും ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സിനിച്ചിയുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ കുറച്ച് സ്മാർട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആസിഡിന്റെ കുപ്പി എടുത്ത് അതിന്റെ തലയിലേക്ക് ഒരു ഏറ് കൊടുക്കുകയാണ്. ഏകദേശം അത് തലയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ ആ ഒരു പാരസൈറ്റ് അത് രണ്ടായി മുറിച്ച് കളയുന്നുണ്ട്. ആസിഡ് ഇപ്പൊ അതിന്റെ തലയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അതോട് ആയപ്പോൾ ഈ പാരസൈറ്റിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല. അത് അവിടെ വെച്ച് തന്നെ ഒരു പൂണ്ട് വിളയാട്ടം നടത്തുകയാണ് കേട്ടോ. ഒരു പെൺകുട്ടിയുടെ നേരെ അതിന്റെ കൈ വീശുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ അരഭാഗം തന്നെ മുറിഞ്ഞുപോയി. ഇപ്പൊ മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് സിനിച്ചി അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ രക്തക്കളമായിട്ട് അത്രയും പെൺകുട്ടികൾ അവിടെ മുറിഞ്ഞു കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും നമ്മുടെ സിനിച്ചിയുടെ ഗേൾ ഫ്രണ്ട് മാത്രം രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവളെ പിടിക്കാനായിട്ട് ആ ഒരു പാരസൈറ്റും വരുന്നുണ്ട്. അവൾ ഒഴിച്ചു കൊടുത്ത ആ ആസിഡ് കാരണം ഇതിനിപ്പോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇവളെ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ അവളെ കണ്ടു, അത് അവളെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴേക്കും സിനിച്ചി അങ്ങോട്ടേക്ക് എത്തി. പിന്നീട് അവർ തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയാണ്. സിനിച്ചിയുടെ കൈ തന്നെ വെട്ടിമുറിച്ചിടുന്നുണ്ട്, അതായത് മികിയെ 2 കഷ്ണമാക്കി. എന്നാൽ അതിവേഗം തന്നെ മികി അവന്റെ കൈകളിൽ വീണ്ടും മുട്ടിച്ചേരുകയാണ്. അതിനുശേഷം പിന്നെയും പോരാട്ടം ആരംഭിച്ചു. ആ സമയത്താണ് ആ ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു പെട്രോൾ ബോംബ് അങ്ങോട്ടേക്ക് ഉരുട്ടിയിടുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ സിനിച്ചി അവന്റെ ഗേൾ ഫ്രണ്ടിനെ എടുത്തുകൊണ്ട് നിലത്തേക്ക് ചാടുകയാണ്. അത്രയും ഹൈറ്റിൽ നിന്ന് ചാടിയിട്ടും സിനിച്ചിക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ലാൻഡ് ആവുകയാണ്. അതുപോലെ മേലെ ഉണ്ടായിരുന്ന ആ ഒരു പെട്രോൾ ബോംബ് പൊട്ടിച്ചെതറുന്നുണ്ട്. പിന്നീട് അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവൻ സേഫ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഇതേ സമയത്താണ് സിനിച്ചി ഒരു കാര്യം മനസ്സിലാക്കിയത്, ആ സ്റ്റുഡന്റ് പാരസൈറ്റ് ചത്തിട്ടില്ല എന്ന്. അതിനെ കൊല്ലാനായിട്ട് സ്കൂളിന്റെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിലേക്ക് ഇപ്പൊ സിനിച്ചി പോവുകയാണ്. ടോപ്പിലെത്തിയ സമയത്ത് സ്റ്റുഡന്റ് പാരസൈറ്റ് മറ്റൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ മിക്കി ഉണ്ടല്ലോ, അവനൊരു വില്ല് പോലെ ആയി മാറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി അത് അമ്പാക്കി വെച്ച് അവന് നേരെ ഒരൊറ്റ വിടലാണ്. അത്രയും ഷാർപ്പായ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു കമ്പി അവന്റെ നെഞ്ചത്ത് തുളച്ച് കയറിയിട്ട് അവിടെ വെച്ച് തന്നെ ആ സ്റ്റുഡന്റ് പാരസൈറ്റ് ചത്തുപോവാണ്. പിന്നീട് സിനിച്ചി അവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ടീച്ചറിനെ മീറ്റ് ചെയ്യാണ് കേട്ടോ. ടീച്ചർ ചില കാര്യങ്ങൾ അവനോട് പറയാണ്. അതായത് ഞാൻ ഇന്നേ വരെ 13 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ സിനിച്ചി പറയാണ്, ആദ്യം തന്നെ നിന്നെ കണ്ട സമയത്ത് തന്നെ നിന്നെ കൊല്ലണമായിരുന്നു. ഇപ്പൊ ടീച്ചർ പറയാണ്, അന്ന് നീ എന്നെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ വയറ്റിലുള്ള നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യക്കുഞ്ഞ് എന്നെ മരിച്ചു പോകായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, മനുഷ്യർ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുക, അതിന് ജന്മം നൽകാനുള്ള ആ ഒരു പ്രിപ്പറേഷൻ, ഇതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്റെ ഉള്ളിൽ തരുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ഇത് ഫീൽ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ആവുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും വ്യത്യസ്തരായിട്ടുള്ള ജീവികൾ മനുഷ്യർ തന്നെയാണ്. എനിക്ക് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയണം. അതുപോലെ ഞാൻ നിന്നെ സഹായിക്കാം. നീ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു പാരസൈറ്റിന്റെ അഡ്രസ്സ് ഇതാണ്. ഒരു പേപ്പറും കഷ്ണത്തിൽ എഴുതി കൊടുത്ത് ടീച്ചർ പിന്നീട് അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ പോലീസുകാർ നേരത്തെ ചത്തുപോയ ആ ഒരു പാരസൈറ്റിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അതിശക്തമായിട്ടുള്ള ഒരു കമ്പി അവിടെ വന്ന് തുളച്ച് കയറി നിൽക്കുന്നത് ഒരു കാണുന്നുണ്ട്. അല്ല, ഈ കമ്പി ഇതിപ്പോൾ എവിടുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? പോലീസുകാർ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ആ പ്രധാനിയായിട്ടുള്ള പോലീസുകാരൻ ചിലപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നായിരിക്കണം. ഇയാളെല്ലാം നല്ല യുക്തിപൂർവ്വം തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് സിനിച്ചിയുടെ പിന്നാലെ തന്നെയുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് സിനിച്ചി അവന്റെ ആ ഒരു അമ്മയെ നശിപ്പിച്ച് കളഞ്ഞ പാരസൈറ്റ് ഉണ്ടല്ലോ, അതിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ അതേ രൂപം തന്നെയാണ്. അതിനെ ഏകദേശം സ്പോട്ട് ചെയ്ത് അതിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മികി പറയുന്നത്, സിനിച്ചി എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സിനിച്ചി പറയണത്, ദയവ് ചെയ്തിട്ട് ഈ സമയത്ത് നീ ഉറങ്ങല്ലേ, നീ ഇല്ലാതെ പറ്റില്ല. അത് പറ്റില്ല സിനിച്ചി, എനിക്ക് ഉറങ്ങാൻ തന്നെ വേണം. പക്ഷെ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ എന്റെ രൂപത്തെ ഒന്ന് മാറ്റി തരുന്നുണ്ട്. ഇപ്പോൾ ഒരു വാള് പോലെ ആക്കി കൊടുക്കാണ് മിക്കി അവന്റെ ആ ഒരു രൂപം. ഇതിനുശേഷം സിനിച്ചി അവന്റെ അമ്മയുമായിട്ട് പോരാടാൻ വേണ്ടി നിൽക്കാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു പാരസൈറ്റ് ആണ് കേട്ടോ. ഇവന്റെ ഈ ഒരു വേഗത കണ്ടിട്ട് ആ ഒരു പാരസൈറ്റിനെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇത്രത്തോളം വേഗതയോ? ഇപ്പൊ സിനിച്ചി പറയണം, ഞാനിപ്പോ ഒരു മനുഷ്യൻ മാത്രമല്ല, കൂടെ ഒരു പാരസൈറ്റും ഉണ്ട്. അങ്ങനെ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് സിനിച്ചിയോട് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എടുക്കുകയാണ് ആ ഒരു പാരസൈറ്റ്. അതായത് അവന്റെ അമ്മയെ പോലെ സംസാരിക്കുകയാണ്, മോനെ എന്നെ തല്ലല്ലടാ, എനിക്ക് വേദന ആകുന്നുണ്ടാ, നിന്റെ അമ്മയോട് എന്തിനാണ് നിനക്ക് ഇത്ര ദേഷ്യം? ഇത് കേട്ട സമയത്ത് സിനിച്ചി ആകെ പതറിപ്പോവാണ്. ഈ ഒരു ഗ്യാപ്പിൽ ആ
പാരസൈറ്റ് ഇവനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു ആയുധം ഉണ്ടല്ലോ, സിനിച്ചിയുടെ അമ്മ തന്നെ അവളുടെ ആ ഒരു കൈ കൊണ്ട് തടുക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു ഓർമ്മയിൽ എവിടെയോ മകനോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. ചെറുപ്പത്തിൽ മകന് നേരെ വന്ന തിളച്ച എണ്ണ കൈകൊണ്ട് തടുത്ത ആളാണ് അവൻ്റെ അമ്മ. അതേ ഒരു ആക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അധിക നേരത്തേക്ക് അത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പം തന്നെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് ആ ഒരു പാരസൈറ്റിനെ സിനിച്ചി നശിപ്പിച്ചു കളയാണ്. കാരണം അത് അവൻ്റെ അമ്മയല്ല, അമ്മയുടെ ചെറിയൊരു ഓർമ്മകൾ എവിടെയോ ഉണ്ടെന്ന് മാത്രം. അങ്ങനെ സിനിച്ചി അവൻ്റെ പ്രതികാരത്തെ വീട്ടുകയാണ്. ഇതേ സമയം തന്നെ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള പാരസൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ജയിച്ച് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ ഈ പാരസൈറ്റുകളെ കുറിച്ച് കുറേ കാര്യങ്ങൾ അന്വേഷിച്ച്, അതുപോലെ തന്നെ സിനിച്ചയെക്കുറിച്ചും കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് ആ ഒരു പോലീസുകാരുടെ അടുത്തേക്ക് ചില ഓഫീസേഴ്സ് വരികയാണ്. മുകളിൽ നിന്നുള്ള ഉത്തരവാണ് കേസിന്റെ എല്ലാ ഡീറ്റെയിലും അവർക്ക് കൈമാറാനായിട്ട്. പക്ഷെ അവരാരാണെന്നോ എന്താണെന്നോ എന്നൊന്നും ഈ പോലീസുകാർക്ക് അറിയില്ല. മുകളിൽ നിന്ന് ഉത്തരവാണ് പാലിച്ചേ മതിയാകൂ. അതായത് ഏറ്റവും ഉന്നതമായ അധികാരങ്ങളിലേക്ക് വരെ പാരസൈറ്റുകൾ കയറിക്കൂടിയിരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ടീച്ചർ പാരസൈറ്റിനെ കാണിക്കുകയാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയില്ല. വയറ്റിലുള്ള ആ ഒരു കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ആ പാരസൈറ്റ് ചിന്തിക്കുന്നുള്ളൂ. പിന്നീട് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന നമ്മുടെ മികിയെ കാണിക്കുകയാണ് കേട്ടോ. അവളുടെ തൊട്ടടുത്ത് തന്നെ സിനിച്ചയുണ്ട്. ഇപ്പോൾ സിനിച്ചയോട് മികി പറയാണ്, സിനിച്ചി നീ വിചാരിച്ചതുപോലെയല്ല, എല്ലാ അധികാര കേന്ദ്രങ്ങളിലേക്കും അവർ കയറിക്കൂടിയിരിക്കുകയാണ്, നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സിനിച്ചയാണെങ്കിൽ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. ഓരോ പാരസൈറ്റിനെ കണ്ടുപിടിച്ച് വേട്ടയാടി കൊല്ലാതെ ഞാനിനി വിശ്രമിക്കില്ല. ഈ ഒരു കാര്യം ദൂരെ നിന്നും ആരോ ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ആരാണെന്ന് കാണിക്കുന്നില്ല. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല അല്ലേ? ഇതിന്റെ രണ്ടാം ഭാഗമുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ രണ്ടാം ഭാഗവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് മറ്റൊരു മൂവി തന്നെയാണ് കേട്ടോ. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഒരു 2000 മേലെ കമന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ രണ്ടാം ഭാഗവും ചെയ്യുന്നതാണ്. അതായത് ഒരു മാസം മുന്നേ ഒരു പ്രേതകഥ പറഞ്ഞപ്പോൾ ഇതുപോലെ അതിന്റെ രണ്ടാം ഭാഗം വേറൊരു സിനിമയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ബോക്സിലൂടെ അറിയിച്ചു. അതുപോലെ ഒരു 2000 അടുത്ത് കമന്റ് വന്നാൽ ഓക്കെ, ഇതിന്റെ രണ്ടാം ഭാഗവും ഞാൻ ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.